പത്രസമ്മേളനം നടത്തിയിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തങ്ങൾ ഉസ്താദ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്തെങ്കിലും വിവാദം ഉണ്ടായോ? ഇപ്പോ തമാശ പറയാണ്, മന്ത്രിമാര് വരെ പലതും പറഞ്ഞിട്ട് പിന്നെ പിൻവലിക്കുക അല്ലേ വിവാദമാകുമ്പോ. ഇപ്പൊ ഏറ്റവും കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെ നമ്മൾ കണ്ടു. പ്രസംഗിക്കുമ്പോ പറയും, പത്രക്കാരോട് പറയും, മന്ത്രിമാര് പറയും, ജനപ്രതിനിധികൾ പറയും, അല്ലാത്തവര് പറയും. എന്നിട്ട് പിന്നെ നേരം വെളുത്തിട്ട് വന്നിട്ട് പറയും ഞാനത് പിൻവലിച്ചു എന്ന് പറയും. ഇന്നേ വരെ സയ്യിദുൽ ഉലമ ഒരു പ്രസംഗത്തിലോ ഒരു പത്രസമ്മേളനത്തിലോ പറഞ്ഞത് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടോ? അള്ളാഹു കൊടുത്തൊരു തൗഫീഖാണ്. നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോ കോഴിക്കോട്ടെ പത്രക്കാര് തങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു. സരസമായ മനോഹരമായ മറുപടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് കാസയുടെയും ക്രിസംഖികളുടെയും ഉപദേശം കേട്ട് തെക്കൻ കേരളത്തിലെ മെത്രാന്മാര്, പള്ളിയിലച്ചന്മാര് നാർക്കോട്ടിക് ജിഹാദ് വിവാദമാക്കിയപ്പോ മതസൗഹാർദ്ദം തകരാൻ, ഇവിടെ തീവ്രവാദം കത്താൻ കാരണമാക്കി അവരിടപെട്ടപ്പോ അമുസ്ലിങ്ങളായ പത്രക്കാരാ പറഞ്ഞ മെത്രാന്മാരെ, അച്ഛന്മാരെ, ഈ കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ നിങ്ങള് ജിഫ്രി തങ്ങൾ അടുത്ത് പോയി ട്യൂഷൻ നേടണം എന്ന്. അത്രയേറെ പത്രക്കാരുടെ മുന്നിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ഒരു തൗഫീഖാണ്. പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ നിങ്ങൾ വേട്ടയാടുന്നത്? ആ മനുഷ്യന്റെ നിലപാടോ ആ മനുഷ്യന്റെ ഇൽമോ? ഒരു ഫത്വ ചോദിച്ചാ കിതാബ് നോക്കട്ടെ എന്ന് പറയണ്ട. ഏത് വിഷയത്തിലെ ഫത്വ ചോദിച്ചാലും ഫത്വ കൊടുക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മുഫ്തിയാണ്. ഏത് കിതാബ്, ഏത് ആയത്ത്, ഏത് ഹദീസ്, ഖുർആനിലോ ഹദീസിലോ ആഴത്തിൽ പാണ്ഡിത്യമുള്ള, ഓർമ്മശക്തിയുള്ള, അത് അവതരിപ്പിക്കാൻ കഴിവുള്ള തങ്ങൾ ഉസ്താദിന്റെ 10 ദിവസത്തെ യാത്രയിലെ ഓരോ പ്രസംഗവും അതൊരു ഗ്രന്ഥരൂപത്തിലാക്കണം എന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രഗത്ഭരായ ആളുകളാ. മഹാനവരുടെ പാണ്ഡിത്യമാണോ വിഷയം? നിലപാടാണോ വിഷയം? സൂക്ഷ്മതയാണോ വിഷയം? വേഷവിധാനമാണോ വിഷയം? പിന്നെ എന്താ നിങ്ങളുടെ വിഷയം? അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കിട്ടിയതിൽ സമസ്തക്കാരെ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? അഭിമാനിക്കുന്നവരും അല്ലാത്തവരും ഈ ത്രിവർണ്ണ പതാകക്ക് കീഴിൽ സയ്യിദുൽ ഉലമയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാസർകോട്ടേക്ക് വരിക. ജനലക്ഷങ്ങളുടെ കൂടെ സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ നൂറ്റാണ്ട് നൂറൊളിവിലൻ സമസ്ത ജ്വലിച്ചേ.